ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഹുൽ വന്നിട്ട് മനോഹറിനോട് പറയാണ്, എടാ ആ കുഞ്ഞുണ്ടായി കഴിയുമ്പോഴത്തേക്കും എങ്ങനെയുള്ള കുഞ്ഞിനെ ഇവിടുന്ന് മാറ്റിക്കോണം എന്ന് പറയുമ്പോഴേക്കും മനോഹർ പറയാണ്, നിങ്ങളെന്തായാലും ആ കുഞ്ഞിനെ മാറ്റാൻ ശ്രമിക്കുമെന്ന് എനിക്കറിയാം, ഞാനായിട്ടത് ചെയ്യുകയില്ല. നിങ്ങളെനിക്ക് പറഞ്ഞുറപ്പിച്ച കാശ് തരുവാണെങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടുന്ന് പൊക്കോളാം. പിന്നെ അവൾക്കൊരു സന്തോഷത്തിന് നിങ്ങൾക്കൊരു സന്തോഷത്തിനും ഒരു കുഞ്ഞിനെയും കൂടെ ഞാൻ തന്നിട്ട് പോകും എന്ന് പറയാം. ഇതൊക്കെ കേൾക്കുന്ന രാഹുലിന് ഭയങ്കര ദേഷ്യമാവുകയാണ് കേട്ടോ. എങ്കിലൊന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുവാണ്. എന്തായാലും ഡോക്ടർ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിക്കോളും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്ന പ്രകാശനെയാണ്. പ്രകാശനിങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് പ്രകാശൻ്റെ അമ്മ എടുത്ത് നിന്നിരിക്കുക. എന്താടാ പ്രകാശ നീ ഓർക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പ്രകാശം പറയാം, അല്ല ഞാൻ മഹാലക്ഷ്മിയുടെ മുഖം ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, പല പെണ്ണുങ്ങളുടെ മുഖമായിട്ട് ഇങ്ങനെ താരതമ്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയുകയാണ്. ആ സമയത്താണ് കേട്ടോ കാർത്തിക അങ്ങ് വരുന്നത്. കാർത്തികയെ കാണുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയാണ്, ഇവനിങ്ങനെ ഓരോ പെണ്ണുങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുമായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും പ്രകാശം പറയാം, എന്താ അമ്മ ഈ പറയുന്നത്, അങ്ങനെയല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പ്രകാശം പറയാം, അതെ മോളുടെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ സാരിയൊക്കെ എടുക്കണമല്ലോ, എങ്ങനെയായിരിക്കും രൂപം എന്നിങ്ങനെ ഞാൻ ഇങ്ങനെ മനസ്സിൽ സങ്കല്പിക്കുമായിരുന്നു എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും കാർത്തി പറയാണ്, എന്തായാലും കല്യാണം ഇങ്ങ് ആയല്ലോ, ഇനിയിപ്പോൾ അച്ഛനെ കാണാമല്ലോ എന്നും. അമ്മ അറിയാവുന്നൊരു ജോത്സ്യനെയും കൊണ്ട് അച്ഛൻ്റെ ജനന സമയം വെച്ച് ജാതകം നോക്കിയായിരുന്നു, രണ്ടുപേരും നല്ല പൊരുത്തമാണെന്നാണ് പറഞ്ഞത്, എന്നും ഒരുമിച്ച് തന്നെ ജീവിക്കുകയും ചെയ്യും എന്നൊക്കെയാണ് ജോത്സ്യം പറഞ്ഞത്. പിന്നെ അമ്മ എന്നെക്കാളും നല്ല നിറവുണ്ട്, എന്നെക്കാളും ഉയരമുണ്ട്, വട്ടമുഖമുണ്ട്, പവൻ്റെ നിറമാണെന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും പ്രകാശൻ ഒരുപാട് സ്വപ്നം കാണുവാണ്. പിന്നെ കണ്ടാലൊരു 10-40 വയസ്സ് കഷ്ടിച്ചേ തോന്നുള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും പ്രകാശിൻ്റെ അമ്മ പറയാണ്, അതിപ്പോൾ ഇവനെ മോശമാണോ മോളെ, ഇവനെ കണ്ടു കഴിഞ്ഞാൽ 10-40 വയസ്സല്ലേ തോന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അത് കഴിയുമ്പോഴേക്കും പ്രകാശം പറയുകയാണ്, അതേ മോളെ ഒരു സംശയം ചോദിക്കാനുണ്ട്, ഇപ്പോൾ നമ്മൾ എത്ര സാരി എടുക്കണമായിരിക്കും കല്യാണത്തിനൊന്ന്, പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ തിരിച്ച് വീട്ടിൽ കയറുമ്പോൾ എന്ന് പറയുമ്പോൾ പ്രകാശനമ്മ പറയാം, എടാ കല്യാണം കഴിഞ്ഞ് ഈ പാറപ്പുറത്തൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കണ്ടേ, അതിനൊരെണ്ണം വേണ്ടേ. അപ്പോഴേക്കും പ്രകാശം ചോദിക്കുക, മോളെ ഒരു 6-7 സാരി മതിയാവോ മൊത്തത്തിൽ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും കാർത്തിക പറയണം, അതൊക്കെ അച്ഛൻ്റെ ഇഷ്ടം പോലെ മതി, എന്തായാലും അച്ഛൻ എടുക്കുന്ന സാരി മാത്രമേ അമ്മേനെ ഉടുക്കുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്, അപ്പോൾ പിന്നെ അച്ഛൻ്റെ ഇഷ്ടം പോലെ എടുത്തു എന്ന് പറയുമോ കേട്ടോ. പ്രകാശം പറയുന്നുണ്ട്, കളറൊക്കെ ഏതാ, അതൊക്കെ അച്ഛൻ്റെ ഇഷ്ടത്തിന് എടുത്താൽ മതി എന്ന് അമ്മ പറഞ്ഞു. എൻ്റെ ഇഷ്ടത്തിനൊന്നും എടുക്കണ്ട, അച്ഛൻ്റെ എന്താണോ ഇഷ്ടം അതേ അമ്മ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും കാരണവശായി കല്യാണം മുടങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്കിനി വേറൊരു കല്യാണം ഉണ്ടാവുമല്ലോ, അമ്മേന് ജീവനോടെ ഇരിക്കുകയല്ലോ എന്നുള്ള രീതിയിലൊക്കെ അമ്മ സംസാരിക്കുന്നതെന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും പ്രകാശന് ഒരുപാട് സന്തോഷമാവുകയാണ്. കഴിഞ്ഞ് പ്രകാശൻ കാർത്തിയോട് പറയണം, എന്നാൽ മോള് പോയി റെഡി ആയിട്ട് വാ, റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ നമുക്ക് സാരി എടുക്കാൻ പോകാമെന്ന് പറയും കേട്ടോ. അങ്ങനെ പ്രകാശൻ ഇങ്ങനെ കുറേ മോഹന വാഗ്ദാനമൊക്കെ കൊടുത്തിട്ട് കാർത്തിക റെഡി ആവാൻ വേണ്ടി പോവാണ്. പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രകാശനമ്മ പറയണേ, എടാ പ്രകാശ നിന്നെ മാത്രമേ കിട്ടുള്ളൂ എന്നാ മഹാലക്ഷ്മി പറഞ്ഞെന്നാ അവൾ പറഞ്ഞത്, നീ കേട്ടില്ലേന്ന് ചോദിക്കുമ്പോഴേക്കും പ്രകാശം പറയാണ്, അതെങ്ങനെ പറയാതിരിക്കും, ഞാൻ ആരുടെ അച്ഛനാ, വിക്രമാദിത്യൻ്റെ അച്ഛൻ. വിക്രമാദിത്യനെ ഒരു പെണ്ണ് സംസാരിച്ച് കഴിഞ്ഞാൽ ആ പെണ്ണ് വിക്രമാദിത്യൻ്റെ പുറകെ വരുകയല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റെ അടുത്തും, അവൻ ആ ഗുണം എവിടെ നിന്നാണ് കിട്ടിയത് എൻ്റെ അടുത്തെന്നൊക്കെ പറഞ്ഞ് പ്രകാശനിങ്ങനെ സ്വയം പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഒരു നേഴ്സ് വന്നിട്ട് സരയു പ്രസവിച്ചു എന്ന് പറയുക കേട്ടോ. അപ്പോഴത്തേക്കും കുഞ്ഞിന് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ നേഴ്സ്. അപ്പോഴേക്കും മനോഹർ വീണ്ടും ചോദിക്കുവാണ്, എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചേ എന്ന് പറയുമ്പോഴേക്കും പറയാണ്, കുഞ്ഞ് പോയി എന്ന്. അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്ന ശാരീനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതെല്ലാം രാഹുൽ സ്വപ്നം കാണുന്നതാണ് കേട്ടോ. എന്നിട്ട് ആ സ്വപ്നം ഓർത്തിട്ട് രാഹുൽ ഇങ്ങനെ വഴിയിൽ നിന്ന് പൊട്ടിച്ചിരിക്കുക. അപ്പോൾ അത് കണ്ട് അതിലെ ഒരു വഴിപോക്കം വരുവാണ്. അയാൾ ചോദിക്കുന്നുണ്ട്, ഇതെന്ത് ചിരിയാ ഇതെന്ന് ചോദിക്കുമ്പോഴേക്കും രാഹുൽ ദേഷ്യപ്പെട്ട് പറയുന്നതാണ്, എന്താ താൻ ഇങ്ങനത്തെ ചിരി കണ്ടിട്ടില്ലേ, എങ്ങനത്തെ ചിരിയിലും ആയിക്കോട്ടെ തനിക്ക് എന്താ തൻ്റെ പണി നോക്കി പോടൂ എന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോൾ ശരിക്കും ഹോസ്പിറ്റലിൽ സരയു പ്രസവിച്ചു എന്നും പറഞ്ഞ് നേഴ്സ് വരും കേട്ടോ. എന്നിട്ട് പറയുവാണ്, കുഴപ്പമൊന്നുമില്ല, അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയുവാണ്. ഇത് കേൾക്കുന്ന രാഹുലിന് ഷോക്കാവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ശാരി ചോദിക്കുന്നുണ്ട്, ആൺകുഞ്ഞല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നേഴ്സ് പറയുന്നുണ്ട്, അല്ല പെൺകുഞ്ഞാന്ന് പറയും കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു വിഷമമാവുന്നുണ്ട് ശാരിക്ക്, എന്നാലും ഒന്നും മിണ്ടുന്നില്ല. അത് കഴിയുമ്പോഴത്തേക്ക് നേഴ്സ് അങ്ങ് പോയി കഴിഞ്ഞിട്ട് ഡോക്ടർ വരും കേട്ടോ. ഡോക്ടറെ കാണുമ്പോഴത്തേക്കും രാഹുൽ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്. ഡോക്ടർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്താ കുഞ്ഞിനെ കൊല്ലാത്തതെന്ന് ചോദിക്കാൻ വേണ്ടി വരുമായിരിക്കും എന്നിങ്ങനെ ചിന്തിക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഷാരിയോട് പറയുന്നുണ്ട്, സിസേറിയൻ വേണ്ടി വരുമെന്ന് ഓർത്തെ, എന്തായാലും അതൊന്നും വേണ്ടി വന്നില്ല, സുഖപ്രസവ, അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ നേരെ മുറിയിലോട്ട് പോവാ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രാഹുൽ അവിടെ നിന്നിട്ട് പറയാണ്,
എന്തായാലും അസുര വിത്തല്ലേ ജനിച്ചേക്കുന്നത്, അസുര വിത്തല്ലേ ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ഷാരിക്ക് നല്ല ദേഷ്യം വരുവാണ്. ഷാരി പറയാണ്, നിങ്ങൾക്ക് സത്യത്തിന് ഇനിയും ഷോക്ക് തരുമോ വേണ്ടേ? ഇവിടെ സൈക്കാട്രിസ്റ്റ് ഉണ്ട്, നിങ്ങൾ അവിടെയെങ്ങാനും പോയി കാണിക്കാൻ നോക്ക്. മോള് പ്രസവിച്ചു എന്നാവെന്ന് പറഞ്ഞേ, നിങ്ങളുടെ പിച്ചും പേയൊന്നും കേൾക്കാൻ എനിക്ക് പറ്റത്തില്ല എന്നിങ്ങനെ പറയുമോ കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്ക് രാഹുൽ തന്നെ പറയുന്നുണ്ട്, എനിക്കിനി ഷോക്കൊന്നും തരണ്ട, ഇത് തന്നെ വലിയൊരു ഷോക്കല്ലേ, ഇതിൽ കൂടുതൽ ഇനി എന്ത് ഷോക്ക് തരാൻ എന്ന് പറഞ്ഞിട്ട് രാഹുൽ നേരെ അവിടെ നിന്ന് അങ്ങ് പോവുക കേട്ടോ. അപ്പോഴത്തേക്കും ഷാരി ഇങ്ങനെ മനോഹറിനോട് പറയുന്നുണ്ട്, മോൻ ഇതൊന്നും കാര്യമാക്കണ്ട, പക്ഷെ വയറ് കണ്ടപ്പോൾ ഞാൻ ആൺകുഞ്ഞായിരിക്കും എന്ന് ഓർത്തതെന്ന് പറയുമ്പോൾ മനോഹർ പറയുകയാണ്, അത് സാരമില്ലമ്മേ, എന്ത് കുഞ്ഞാണേലും നമുക്ക് ഓക്കെ അല്ലേ എന്നിങ്ങനെ പറയുവാണ്. അങ്ങനെ അവരുണ്ട് ഇവിടെ ഭയങ്കര സന്തോഷിച്ചിരിക്കുക കേട്ടോ. നേരെ രാഹുൽ ചെല്ലുന്ന ഡോക്ടറിൻ്റെ മുറിയിലോട്ടാണ്. ഡോക്ടർ ഇപ്പോൾ രാഹുലിനെ കാണുമ്പോഴേ ചിന്തിക്കുകയാണ്, ഓരോന്ന് ചോദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട്, എന്താ ഡോക്ടർ ഇങ്ങനെ കാണിച്ചേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയുകയാണ്, അല്ല ഞാൻ നിങ്ങൾക്ക് ഉറപ്പൊന്നും തന്നില്ലോ, ശ്രമിക്കാം എന്നല്ലേ പറഞ്ഞേ എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ ഡോക്ടറിനോട് രാഹുൽ പറയുന്നുണ്ട്, ഞാൻ 10-15 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതല്ലായിരുന്നോ, ഡോക്ടറിന് ഇത് അത്ര ബുദ്ധിമുട്ടൊന്നും അല്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും ഡോക്ടർ പറയണം, ബുദ്ധിമുട്ടൊന്നും അല്ല, പിന്നെ വെറുതെ ഒരു ജീവൻ കളയണ്ട എന്ന് ഞാൻ ഓർത്തു എന്ന് പറയുകയാണ്. അപ്പോഴേക്കും രാഹുൽ പറയുകയാണ്, ഡോക്ടർ ഒരു പാതിരിയാ പള്ളിയിൽ എന്ന് ഞാൻ ഓർത്തില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ പാതിരിയായിട്ടൊന്നുമല്ല, പിന്നെ നിങ്ങൾ തന്നേലും കൂടുതൽ ക്യാഷ് തരാൻ ആളുണ്ടെങ്കിൽ ഞാനെന്തിനാ വെറുതെ ഒരു ജീവിതം കളയുന്നത്, അത്രയും ഞാൻ ഓർത്തുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും രാഹുൽ ചോദിക്കുകയാണ്, ഞാൻ തന്നേലും കൂടുതലോ? അതെ, നിങ്ങൾ 15 പറഞ്ഞു, കുഞ്ഞിനെ ജീവനോടെ രക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 25 തരാമെന്ന് എനിക്ക് വേറെ ആൾ വാഗ്ദാനം ചെയ്തു, അപ്പോൾ പിന്നെ ഞാനത് കേട്ടാൽ പോരെയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും ഡോക്ടറിനോട് നമ്മൾ രാഹുൽ ചോദിക്കുകയാണ്, അതാരാ 25 പറഞ്ഞ്? ഡോക്ടർ പറയുന്നുണ്ട്, അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, എന്തായാലും നിങ്ങൾ പോകാൻ നോക്ക് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും രാഹുലിനാകെ ദേഷ്യമാവാണ്. രാഹുൽ നേരെ മനോഹറിനെ ചെന്ന് കണ്ടിട്ട് ചോദിക്കുകയാണ്, എടാ ആ കുഞ്ഞിനെ നീ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോണം, കുഞ്ഞിനെ നീ ആയിരിക്കും വേണമെന്നും പറഞ്ഞ് 25 ലക്ഷം ഡോക്ടറിന് വാഗ്ദാനം ചെയ്ത് എന്ന് പറഞ്ഞ് രാഹുൽ മനോഹറിനെ മെക്കിട്ട് കയറും കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മനോഹർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കെന്താ ശരിക്കും തലയ്ക്ക് വട്ടാണോ? നിങ്ങളെ ഡോക്ടറിന് കൊടുക്കാൻ വേണ്ടി നിങ്ങളെന്തെങ്കിലും ചിലപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു കാണും, എന്നിട്ട് ഞാൻ 25 ലക്ഷം കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മോളുടെ പുറകെ ചക്കരയും മുത്തേ പൊന്നെ എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു, അത് മേടിച്ച് കയ്യിലാക്കി ഞാൻ പോവുകയില്ലായിരുന്നു എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രാഹുൽ പറയുന്നുണ്ട്, നീ ചിലപ്പോൾ വാഗ്ദാനം ചെയ്ത് കാണും, കൊടുക്കുകയല്ലാന്ന് എനിക്കറിയാൻ പാടില്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന മനോഹറിന് നല്ല ദേഷ്യം വരുവാണ്. എന്നിട്ട് മനോഹർ പറയുന്നുണ്ട്, ഞാനെങ്ങും ഒന്നും കൊടുത്തിട്ടുമില്ല, ഒന്നും മേടിച്ചിട്ടുമില്ല, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, കുറച്ച് നാളൂടെ ഞാൻ വെയിറ്റ് ചെയ്യും, അത് കഴിയുമ്പോഴത്തേക്കും മര്യാദയ്ക്ക് എനിക്ക് തരാനുള്ളത് തന്ന് എന്നെ സെറ്റിലായതില്ലെങ്കിൽ ഞാൻ പറയാൻ ബാക്കി, പിന്നെ നിങ്ങളുടെ ഇവിടുത്തെ തനിക്കോണം എല്ലാവരും അറിയും, കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിക്കരുതെന്നും പറഞ്ഞ് മനോഹർ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവാം കേട്ടോ. അങ്ങനെ മനോഹർ പോയി കഴിഞ്ഞ് വണ്ടിയുടെ അവിടെ നിൽക്കുന്ന രാഹുലിൻ്റെ അടുത്തേക്ക് കിരണും കല്യാണിയും വരുവാണ്. കിരണും കല്യാണിയും കാണുമ്പോഴത്തേക്കും കല്യാണി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മകൾ പ്രസവിച്ചിട്ടൊരു സന്തോഷമില്ലാത്ത എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രാഹുൽ പറയാണ്, സന്തോഷിക്കാൻ എന്താ, അതൊരു അസുരൻ്റെ കുഞ്ഞല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോഴേക്കും രാഹുലിനെ കളിയാക്കിയിട്ട് കിരൺ പറയുകയാണ്, അതെ, ഒരസുരൻ്റെ കുഞ്ഞും ഒരസുരൻ്റെ കൊച്ചുമകളും എന്നിങ്ങനെ പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും രാഹുലിനോട് ചോദിക്കുവാണ് കേട്ടോ കിരൺ, കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് 15 ലക്ഷം കൊടുത്തിരുന്നല്ലേ ഡോക്ടറിന് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് രാഹുൽ ഇങ്ങനെ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നിട്ട് കിരൺ പറയുകയാണ്, ആ ഡോക്ടറുമായിട്ട് അങ്കിളിനേക്കാളും കൂടുതൽ ബന്ധമുണ്ട് എനിക്ക്, ആ ഡോക്ടറിൻ്റെ ഇപ്പോഴത്തെ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഞാനാണ്, എന്നെ വിളിച്ച് ഡോക്ടർ അപ്പോഴേ പറഞ്ഞിരുന്നു അങ്കിൾ 15 ലക്ഷം ഓഫർ ചെയ്തു എന്നുള്ളത്, അതിന് മുകളിൽ 25 ലക്ഷം ഓഫർ ചെയ്തത് ഞാനാണ്, ആ കുഞ്ഞ് ജീവിക്കണം, അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ എന്നിങ്ങനെ രാഹുലിനോട് പറയുവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാശ് ഓഫർ ചെയ്തത് കിരണാന്നുള്ള ദേഷ്യവും കലിപ്പിൽ നിൽക്കുന്ന രാഹുലിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.